എൻ്റെ പേര് ജിൻഷി. 2 വർഷമായി എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്തിരുന്ന ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കാർ മാറ്റണം എന്ന് പറഞ്ഞ് കുട്ടികൾ വല്ലാതെ വാശി പിടിച്ചിരുന്നു. പക്ഷേ എനിക്ക് അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ദൈവത്തിന് ഇഷ്ടമാവോ അങ്ങനെ ഒരു ഭയത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലിൻറ്റോ ഞാനറിയുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ കാറ് മാറ്റി എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിരുന്നു, കർത്താവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അതിന് പെട്ടെന്ന് ഒരു വണ്ടി നോക്കാൻ കുട്ടികളെല്ലാവരും കൂടി വന്ന് നോക്കി, അവർക്കത് ഇഷ്ടമായി. പക്ഷെ ഞാൻ അപ്പോഴും ഒരു വാശി പിടിച്ച് തന്നെ നിന്നിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ശരിയായി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബോർഡർ റോഡിലൊരു ഓഫീസറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് CST ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന കാറ് അത് CST ത്രൂ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ തന്നെ സൈറ്റിൽ നോക്കിയപ്പം CST ഇല്ലാതെ തന്നെ വാങ്ങാൻ ഞങ്ങളത് പ്രൊസീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു 2 lakhs ഡിഫറൻസ് വരുമായിരുന്നു അതിന്. പക്ഷേ ഞാനത് സൈറ്റിൽ എന്തോ എനിക്കങ്ങനെ തോന്നി, ഞാനത് നോക്കിയതുകൊണ്ട് അത് ഞങ്ങൾക്കത് കിട്ടാനായിട്ട് അർഹതയുണ്ടായിരുന്നു. അപ്പോൾ CST ത്രൂ തന്നെ ഒരു 2 lakhs ഡിഫറൻസിൽ ഒരു കിയ വാങ്ങുകയും അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളുടെ എല്ലാ വണ്ടികളും അച്ഛൻ തന്നെയാണ് വെഞ്ചരിച്ച് തന്നത്, ഒരു തടസ്സമില്ലാതെ. അത് വണ്ടി ബുക്ക് ചെയ്താൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു തടസ്സമില്ലാതെ 1 മാസം കൊണ്ട് എല്ലാം കിട്ടുകയും അച്ഛനത് വെഞ്ചരിച്ച് തരികയും ചെയ്തു. CST ത്രൂ ആകുമ്പോൾ നമുക്ക് ക്യാൻറ്റീൻ ത്രൂ വരും, അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ എല്ലാ വണ്ടികളും കിട്ടില്ല. അതിൽ ടാക്സ് GST ഒഴിവാക്കി കിട്ടും. GST ഒഴിവാക്കി. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ മേഖലയിൽ ദൈവമായ കർത്താവ് ഇടപെട്ടു. കിയ വണ്ടി നല്ല സോണറ്റ് അല്ലേ, കിയയുടെ സോണറ്റ് ഇവിടെ കൊണ്ടുവന്നു. താഴെ നമ്മൾ വെഞ്ചരിച്ചു കൊടുത്തു. അപ്പോൾ മക്കളുടെ ആഗ്രഹം സാധിച്ചു. അമ്മച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു സാക്ഷ്യം കേട്ടപ്പോൾ കർത്താവ് ഈ സഹോദരിയുടെ മേൽ ഇടപെട്ടു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.